ഒരു കസ്റ്റമറിനെ കിട്ടാൻ നിങ്ങൾ എത്ര രൂപ ചെലവാക്കുന്നു? ഇത് നിങ്ങളിൽ പലർക്കും, മോസ്റ്റ് ഓഫ് യു ഡോണ്ട് നോ ഹൗ മച്ച് യു സ്പെൻഡ് ഫോർ ഗെറ്റിംഗ് എ സിംഗിൾ കസ്റ്റമർ. എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ കണക്ക് കൂട്ടുന്നത്? യുവർ ടോട്ടൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പെൻസ്, നിങ്ങളുടെ സെയിൽസ് എക്സ്പെൻസ് പ്ലസ് മാർക്കറ്റിംഗ് എക്സ്പെൻസ്. നിങ്ങളുടെ സെയിൽസ് പ്ലസ് മാർക്കറ്റിംഗ് എക്സ്പെൻസ് 1,00,000 രൂപയാണ് ഒരു മാസമെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു മാസത്തിൽ 10 കസ്റ്റമറെയാണ് കിട്ടുന്നതെങ്കിൽ ഒരു കസ്റ്റമറെ കിട്ടാൻ നിങ്ങൾ 10,000 രൂപ മുടക്കി എന്നതാണ് കോക്ക. വാട്ട് ഈസ് യുവർ കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ? എന്തിനാ ഫാം ചെയ്യുന്നതെന്നറിയോ? ഫാം ചെയ്യുമ്പോൾ ഈ കോക്ക കുറയും, ഹണ്ടിങ്ങിൽ ഇത് കൂടും. നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ലാഭമൊക്കെ എവിടാ പോകുന്നതെന്നറിയോ? കസ്റ്റമറെ കിട്ടാൻ വേണ്ടി നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചിലവാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് റോൾ ചെയ്യുന്ന സാറേ റവന്യൂ ഉണ്ട് സാറേ, പക്ഷേ എവിടെ പോയെന്നറിയത്തില്ല. ഇവിടെ പോയി കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ. ഒരു കസ്റ്റമറെ കിട്ടാൻ നീ എത്ര രൂപ ചിലവാക്കുന്നു? LTV എന്താ? ലൈഫ് ടൈം വാല്യൂ. ഒരു കസ്റ്റമറെ ഇങ്ങനെ കിട്ടുമ്പോൾ ഈ കസ്റ്റമർ എത്ര തവണ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നു, ടോട്ടൽ എത്ര രൂപ അവൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, ആവറേജ് ഒരു കസ്റ്റമർ അവൻ എത്ര രൂപ നിങ്ങൾക്ക് തരുന്നു, ദാറ്റ് ഈസ് LTV. ഒരു കസ്റ്റമർ ഒരു തവണ എൻ്റെ കടയിൽ കയറിയാൽ അവൻ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ പല തവണയായിട്ട് ഇവൻ മേടിക്കും എങ്കിൽ ആവറേജ് ഒരു കസ്റ്റമർ അവൻ എത്ര രൂപയ്ക്ക് മേടിക്കും. അപ്പം നമുക്ക് മനസ്സിലാവും, അവൻ 1,00,000 മേടിക്കാനുള്ളവന് പക്ഷേ ഇപ്പോൾ 10,000 മേടിച്ചിട്ടുള്ളൂ, ഇനി 90,000 പലപ്പോഴായിട്ട് മേടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവനെ എന്ത് ചെയ്യും? റീറ്റെയിൻ ചെയ്യും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായി? പിന്നെ ഇവനെ നോക്കണ്ട, കാരണം ഇവൻ തരാനുള്ളതൊക്കെ തന്നു കഴിഞ്ഞു, വിട്ടേരെ. ഒന്നെങ്കിൽ പുതിയൊരു കുളം കുത്തി അടുത്ത 5ലേക്ക് ഇവനെ പിടിച്ചിടാം, ഇല്ലെങ്കിൽ വിട്ടേക്കണം. 1 രൂപ നീ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് മുടക്കിയാൽ, നിൻ്റെ ബിസിനസ് പ്രൊമോഷന് വേണ്ടി സെയിൽസിലോ മാർക്കറ്റിങ്ങിനോ മുടക്കിയാൽ എത്ര ദിവസത്തിനുള്ളിൽ ഇത് തിരിച്ചു വരും? ഇൻ ഹൗ മെനി ഡേയ്സ് യു വിൽ ഗെറ്റ് ദാറ്റ് 1 rupee ബാക്ക് ഇൻ യുവർ ബിസിനസ്? കാരണം ബിസിനസ് ഈസ് ഓൾ അബൌട്ട് നമ്പേഴ്സ്. ബിസിനസ് ഈസ് എ ഗെയിം ഓഫ് നമ്പേഴ്സ്. ആ നമ്പേഴ്സ് തലയിലോട്ട് കയറുന്നില്ലെങ്കിൽ ബിസിനസ് വളരില്ല. ആ നമ്പേഴ്സിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ബിസിനസ് വളരുന്നത്.